the figure, A is the length and B is the width of the rectangle. If we put a dot inside the rectangle without looking into it, what is the probability that it will be inside the circle? ഇപ്പോൾ ഇവിടെ ആ പിക്ചർ നോക്കുക. പിക്ചറിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിനുള്ളിലൊരു സർക്കിളുണ്ട്. നമ്മൾ നോക്കാതെ ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഡോട്ട് ഈ സർക്കിളിനുള്ളിൽ വരേണ്ടുന്ന പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എ ആണ്, ബ്രെഡ്ത്ത് ബി ആണ്. ഇതിനുള്ളിലൊരു സർക്കിളുണ്ട്. സർക്കിള് റെക്റ്റാങ്കിളിൻ്റെ ഇവിടെയും മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ നോക്കാതെ ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ആ ഡോട്ട് ഈ സർക്കിളിനുള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഡോട്ട് സർക്കിളിനുള്ളിൽ വരേണ്ടുന്ന പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമ്മൾ ആദ്യം സർക്കിളിൻ്റെ ഏരിയ കാണണം. അതിനുശേഷം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സർക്കിളിനുള്ളിൽ ഡോട്ട് വരുന്നതിനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഇനി നമുക്ക് രണ്ടിൻ്റെയും ഏരിയ കാണാം. ഇവിടെ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഉണ്ട്, എ ആണ്, ബ്രെഡ്ത്ത് ഉണ്ട്, ബി ആണ്. അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും എ ഇൻറ്റു ബി, അതായത് എ ബി ആയിരിക്കും. ഇനി സർക്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ്, റേഡിയസ് വേണം. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ സർക്കിളിൻ്റെ ഡയമീറ്റർ ഈ ബിക്ക് ഈക്വൽ ആയിരിക്കും, അതായത് റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് b/2 ആയിരിക്കും. അപ്പോൾ റേഡിയസ് കിട്ടിയാൽ നമുക്കതിൻ്റെ ഏരിയ കാണാൻ കഴിയും. പൈ ആർ സ്ക്വയറിൽ പൈ ഇൻറ്റു ആറിന് പകരം b/2 കൊടുക്കുക. അപ്പോൾ പൈ b²/4 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഏരിയ ഓഫ് സർക്കിൾ. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാം. ഇനി പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ബീയിങ് ഇൻസൈഡ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സർക്കിൾ, അതായത് പൈ b²/4 ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എ ബി. പൈ b²/4 ബൈ എ ബി ആണ്. അപ്പോൾ അത് ചെയ്തേക്കുന്നത് നോക്കുക. പൈ b²/4 ഇൻറ്റു 1/AB, അതായത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ബിയും ക്യാൻസൽ ആവും, പൈ b/4a എന്ന് കിട്ടും. അപ്പം പ്രോബബിലിറ്റി ഈസ് പൈ b/4a. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. M is the center of the larger circle. A smaller circle is drawn with diameter as the radius of the larger circle as shown in the figure. Without looking into the figure, a point is marked. What is the probability that the point is inside the smaller circle, and what is the probability that the point is outside the smaller circle? അപ്പോൾ ഇവിടെ രണ്ട് സർക്കിൾസ് കാണാം. ഒരു ലാർജർ സർക്കിൾ, പിന്നെ ഒരു സ്മോളർ സർക്കിൾ. പിന്നെ എം ലാർജർ സർക്കിളിൻ്റെ സെൻറ്ററാണ്. MB എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിൻ്റെ ഡയമീറ്ററും ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മളൊരു നോക്കാതെ ഒരു പോയിൻ്റ് ഇടുകയാണെങ്കിൽ അത് ഈ സ്മോളർ സർക്കിളിൽ വരേണ്ടുന്ന പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ സ്മോളർ സർക്കിൾ. സ്മോളർ സർക്കിളിന് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ഈ സ്മോളർ സർക്കിൾ ഒഴിച്ചുള്ള ഈ ഭാഗത്ത്, ലാർജർ സർക്കിളിനുള്ളിലും ആവണം, സ്മോളർ സർക്കിളിന് പുറത്തും ആവണം. അപ്പോൾ ആ ഒരു ചന്ദ്രക്കല പോലുള്ളൊരു ആ ഭാഗത്ത് വരേണ്ടുന്ന പ്രോബബിലിറ്റിയുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ്, സെൻറ്റർ ഇതാണ്. ഇപ്പോൾ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ ആർ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതും 6 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 2r ആയിരിക്കും. അതായത് ഇത് ലാർജർ സർക്കിളിൻ്റെ സെൻറ്ററാണ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് 2r ആയതുകൊണ്ട് ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് 2r ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ, ചെറിയ സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? പൈ, റേഡിയസ് 6 ആണ്. അപ്പം പൈ r² ആയിരിക്കും. ഏരിയ ഓഫ് ലാർജർ സർക്കിൾ എന്തായിരിക്കും? പൈ ഇൻറ്റു ആറിന് പകരം 2r, റേഡിയസ് എന്ന് പറയുന്നത് 2r ആണ്. അപ്പോൾ നമുക്ക് ആറിന് പകരം 2r കൊടുക്കാം. അതായത് പൈ 4r². അതിനെ നമുക്ക് 4πr² എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ്
ദ പോയിന്റ് ഇൻസൈഡ് ദ സ്മോളർ സർക്കിൾ, അതായത് ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കാതെ ഒരു പോയിന്റ് ഇടുകയാണെങ്കിൽ അത് ഈ സ്മോളർ സർക്കിളിനുള്ളിലാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിന്റെ ഏരിയ ബൈ ലാർജർ സർക്കിളിന്റെ ഏരിയ. സ്മോളർ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്, ലാർജർ സർക്കിളിന്റെ ഏരിയ 4 പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതും ക്യാൻസൽ. അപ്പോൾ പ്രോബബിലിറ്റി 1/4. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളൊരു പോയിന്റ് ഇടുമ്പോൾ ഔട്ട്സൈഡ് ദ സ്മോളർ സർക്കിൾ, അതായത് സ്മോളർ സർക്കിളിന് പുറത്തുള്ള, അതായത് ബാക്കി ഇത്രയും സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരേണ്ടുന്ന പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ, അതായത് ഈ ചെറിയ സർക്കിളിൻ്റെ ഏരിയ ഒഴിച്ചുള്ള ഭാഗത്തിൻ്റെ ഏരിയ ബൈ ലാർജർ സർക്കിളിൻ്റെ ഏരിയ ആയിരിക്കും ഇതിൻ്റെ പ്രോബബിലിറ്റി. നമുക്കിനി ഈ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഷെയ്ഡ് ചെയ്തേക്കുന്ന ഏരിയ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ലാർജർ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് ലാർജർ സർക്കിളിൻ്റെ ഏരിയ 4 പൈ ആർ സ്ക്വയർ ആണ്. അതിൽ നിന്ന് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് കിട്ടും? 3 പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ദ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് പറയുന്നത് ആ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ, അതായത് 3 പൈ ആർ സ്ക്വയർ, ഇവിടെയാണ് നമുക്ക് പോയിന്റ് വരാനുള്ളത്, അതിൻ്റെ ഏരിയ ബൈ മൊത്തം ഏരിയ, അതായത് വലിയ സർക്കിളിൻ്റെ ഏരിയ 4 പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പം പ്രോബബിലിറ്റി 3/4 എന്ന് കിട്ടും. A question. In the figure, the shaded triangle is drawn by joining the midpoint of the sides of the large triangle. Calculate the probability of a dot put on larger triangle to be within the shaded triangle. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോഴാണ് ആ ഉള്ളിലുള്ള ഷെയ്ഡഡ് ട്രയാങ്കിൾ കിട്ടുന്നത്. അപ്പോൾ അതായത് ഈ ട്രയാങ്കിൾസിൻ്റെ മിഡ് പോയിൻറ്റ്സ്, സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ, അതായത് അപ്പോൾ ഇവിടെ നമുക്ക് 4 ട്രയാങ്കിൾസ് കാണാൻ കഴിയും. ഈ 4 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 8ാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളിടുന്ന ഡോട്ട് ഈ ട്രയാങ്കിളിനുള്ളിൽ വരേണ്ടുന്ന പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് മറ്റേ വലുതിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അറിയാം ഈ ചെറിയ ഈ ട്രയാങ്കിളിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് വലുതിൻ്റെ 4/1 വീതമായിരിക്കും. അതായത് 4ഉം ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ 1/4 പാർട്ടായിരിക്കും. Therefore